എല്ലാത്തിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അമ്മയും വീണ്ടും കർത്താവിന്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. അമ്മയും വെള്ളിയാഴ്ച ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവ് ദൈവ പരിശുദ്ധാത്മാവിനാൽ അവൻ വെളിപ്പെടുത്തിയത് യെശയ്യാവിന്റെ പുസ്തകങ്ങളിൽ, യിരെമ്യാവിന്റെ പുസ്തകങ്ങളിൽ, യെഹെസ്കേലിൽ, മലാക്കിയിൽ എല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തതയോടെ എഴുതപ്പെട്ടു. ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത് യെശയ്യാവിന്റെ പുസ്തകത്തിലാണ്. എന്നാൽ ഈ തിരുവെഴുത്തിനെ കുറിച്ച് ദൈവം വ്യക്തതയോടെ പറഞ്ഞതിനെ ആ തിരുവെഴുത്തിന്റെ ക്രമത്തിലാണ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണം. 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ, 3-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൽ പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ 1 വായിച്ച് 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ അകത്ത് നല്ലൊരു ബോധ്യം നമ്മുടെ അകത്ത് വരണം. ക്രിസ്തു ആർക്ക് വേണ്ടി? ഇവിടെ തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. യേശു ക്രിസ്തു ആർക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ, ക്രിസ്തു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം യേശു മരിച്ചു. നിങ്ങളകത്ത് പരിഗണിക്കണേ, യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. എത്ര പേര് വിശ്വസിക്കാൻ റെഡിയാണ്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ വായ്മൊഴികളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് അതിനെ നിങ്ങൾ അകത്തുകൂടിയിട്ട് യേശുവിൻ്റെ കാൽവരി ക്രൂശിനെ കുറിച്ച് പല പ്രാവശ്യങ്ങളും ഞാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഇതിലേക്ക് ഞാൻ മാറും. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്ത്, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. 33-ാമത്തെ വാക്യം. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവരെയും ദുഷ്പ്രവർത്തിക്കാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. യേശു ക്രിസ്തുവിനെ ഗോഗൊൽഥാ മലയിലേക്ക് തലയോടിടം എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിനെ കൊണ്ടെത്തിച്ചു. അവിടെ യേശുവിനെ 2 വശങ്ങളിലും 2 വശങ്ങളിലും 2 കള്ളന്മാരെ ക്രൂശിൽ തറച്ചു. ഇവിടെ പറയുന്നു 34-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവരുടെ വസ്ത്രം വിഭാഗിച്ചു ചുറ്റിട്ടു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാണ്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യേശുവിനെ അവൻ ദൈവപുത്രനായിരിക്കെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നീ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നു. നീ ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നവനായി പൗലോസ് പറയുന്നു, നിക്കോദീമോസ് പറയുന്നു. എല്ലാവരും യേശുവിനെ ഉയർത്തപ്പെടുമ്പോൾ ഇന്ന് യേശു ആയിരിക്കുന്നത് 2 കള്ളന്മാർ അകൃത്യങ്ങൾ ചെയ്തവരുടെ മധ്യത്തിൽ യേശുവിനെ തൂക്കുന്നു. ആരോട് സമനാക്കി? പാപം ചെയ്ത അകൃത്യം ചെയ്തവരോട് തുല്യനാക്കി യേശുവിനെ ക്രൂശിൽ അവർ തറയ്ക്കപ്പെടുമ്പോൾ യേശു ചോദിക്കുന്നു, എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ, ഇവരോട് ക്ഷമിക്കണമെന്ന് യേശു പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. 53-ാം അധ്യായം. അതുകൊണ്ട് ഞാൻ അവരോട് മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവർ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപത്തെ വഹിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, തിരുവെഴുത്തിന്റെ നിവൃത്തീകരണമാണ് യേശുവിന്റെ മരണം.
തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതേപടി പിതാവാം ദൈവം തന്റെ പുത്രനെ യാഗത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ പാപം വഹിച്ചുകൊണ്ട്, ആര് വഹിക്കുന്നു? യേശു തന്റെ പാപം വഹിച്ചുകൊണ്ട്, നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ആരുടെ മധ്യത്തിൽ ചെന്നു? അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. അപ്പൊ പിടിയോ, ക്രൂശിൽ യേശു ക്രിസ്തു അതിക്രമക്കാരുടെ മധ്യത്തിൽ യേശു തൂങ്ങപ്പെടുവാൻ കാരണം തിരുവെഴുത്തിൽ പറഞ്ഞതിന് പ്രകാരം യേശു കർത്താവ് തന്റെ കള്ളന്മാരുടെ മധ്യത്തിൽ യേശു കർത്താവ് തൂങ്ങപ്പെട്ടവൻ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39-ാമത്തെ വാക്യം. തൂക്കിയ ദുഷ്ടപ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, ഞങ്ങളെ രക്ഷിക്കുക എന്നവർ പറഞ്ഞു. അവനെ യേശുവിനെ ദുഷിച്ചു. 40-ാമത്തെ വാക്യം. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ നീ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ആർക്ക് വെളിപ്പെട്ട് കഴിഞ്ഞു? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. യേശു ക്രിസ്തുവിന്റെ രണ്ട് വശങ്ങളിലും രണ്ട് കള്ളന്മാർ അകൃത്യം ചെയ്തവർ തൂക്കപ്പെടുമ്പോ അവർ പറയുന്നു, നമ്മുടെ യഥാർത്ഥ ശിക്ഷയ്ക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് തക്ക ശിക്ഷ ലഭിക്കപ്പെട്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും തൂക്കപ്പെട്ടിരിക്കുക. നമ്മൾ ചെയ്ത പ്രവർത്തിക്കുക. ഇവൻ ഇതൊന്നും ചെയ്തവനല്ല. ഇവൻ ആരാണെന്ന് പറയുന്നത്. മറ്റവനോ അവനെ ശാസിച്ചിട്ട് സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ആരെ ഭയപ്പെടുന്നില്ല? ദൈവത്തെ ഭയപ്പെടുന്നില്ല. ഈ നിൽക്കുന്ന ദൈവമാണെന്ന് കള്ളൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 41-ാമത്തെ വാക്യം വായിക്കുന്നു. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണമല്ലയോ നമുക്ക് കിട്ടുന്നത്? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നോടുകൂടെ പരദീസായി ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. ഇന്ന് പകലറിയണം, പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് യേശു കർത്താവ് കാൽവരിച്ച്. ആരുടെ ഹിതപ്രകാരം? നിങ്ങളുടെ അകത്ത് ഞങ്ങൾ 3 സെഷനിൽ ഞാൻ കൊണ്ടുവരും. ഒന്നാമത്തെ കാര്യം, യേശു കർത്താവ് മുഴുവൻ ചെയ്തു വരുന്നത് ആരുടെ ഇഷ്ടപ്രകാരമാണ്? പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. അതിനെ ദൈവത്തിന്റെ ഇഷ്ടത്തെ എന്തിൽ എഴുതപ്പെട്ടു? തിരുവെഴുത്തുകളിൽ. നിങ്ങൾ വേണേ വായിച്ചു. 1 കൊരിന്ത്യർ 15:3 പറയുന്നത് എന്താണ്? നമ്മൾ വായിച്ചു തന്നെ. 1 കൊരിന്ത്യർ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു എന്ന് ചെയ്തു. അടക്കപ്പെട്ടു. യേശുവിന്റെ മരണം ആർക്ക് വേണ്ടിയായിരുന്നു? ഭാവികൾക്ക് വേണ്ടിയായിരുന്നു. ആരാ ഭാവികളായിരിക്കുന്നത്? നമുക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കപ്പെട്ടു. അതിന്റെ 4-ാമത്തെ വാക്യം, തിരുവെഴുത്തുകളിൽ പ്രകാരം. യേശു കർത്താവ് ഉയർക്കുമെന്നുള്ളത് എന്തിനകത്തുണ്ട്? തിരുവെഴുത്തിൽ പ്രകാരം. പിടികിട്ടുന്നു? യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് തിരുവെഴുത്തിൽ പ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം. 20-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം എന്ന് വായിച്ചു. 18-ാമത്തെ വാക്യം. വായിച്ചു. അത് ഇവിടെ നോക്കിയേ, യേശു അങ്ങോട്ട് വരുവാ. നിങ്ങളുടെ അകത്ത് കിടന്നോണേ. യേശു കർത്താവ് സ്വയമായിട്ട് കാൽവരി ക്രൂശിലേക്ക് വരുക. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ഇത് നമ്മുടെ അകത്ത് വരണം. പിതാവിന്റെ ഇഷ്ടം യേശു ചെയ്യുന്ന തിരുവെഴുത്തിനകത്ത് എഴുതപ്പെടുമ്പോ മത്തായിയുടെ സുവിശേഷം 20 നമ്മൾ വായിച്ച 19-ാം അധ്യായമാണ്. 18-ാമത്തെ വാക്യത്തിൽ വായിച്ച മത്തായിയുടെ സുവിശേഷം
മത്തായി 20-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം പറയുകയാണ്. യേശു പറയാണ്, നാം യെരൂശലേമിലേക്ക് പോകുക. അപ്പൊ ഞാൻ മുന്നമേ പറഞ്ഞു, മുമ്പേ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഗത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വരുന്ന പടയാളികൾ ചോദിക്കുന്നു, നിങ്ങൾ നസ്രാനാം യേശു ആരാണ്? യേശു പറഞ്ഞു, ഞാൻ തന്നെ. സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. ആരെ സ്നേഹിച്ചതുകൊണ്ട്? നമ്മളെ സ്നേഹിച്ചുകൊണ്ട്. അത്ര പിടികിട്ടുന്നുണ്ട്. യേശു ഒരു ത്യാഗം ചെയ്യുവാൻ കാരണം യേശു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൽ. നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. 19-ാമത്തെ വാക്യം, അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു, പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേൽക്കും. പിടികിട്ടെന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിനെ കുറിച്ച് പിതാവാം ദൈവം പറഞ്ഞിരിക്കുന്നത് മുഴുവനും എവിടെ നിവൃത്തീകരിക്കപ്പെടാൻ പോവുക. യേശു യെരൂശലേമിലേക്ക് വന്നത് ഓശാനെ ആഘോഷിക്കുവാനോ കഴുതയുടെ മുകളിൽ കയറുവാനോ ഒന്നുമല്ല വന്നത്. യേശു വന്ന എന്തിനു വേണ്ടിയായിരുന്നു? യേശു സ്വയം ഏൽപ്പിക്കപ്പെടുവാനായിരുന്നു. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി യേശു സ്വയമായിട്ട് ഏൽപ്പിക്കുവാൻ തന്നെ വന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശുവിനെ കൊണ്ടുപോയി യേശുവിനെ കൊണ്ട്. അപ്പൊ ഈ മുന്നേയുള്ള പ്രവചനം നിങ്ങൾക്ക് പിടികിട്ടിയോ? പുറകോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. യേശു എന്തിന് തയ്യാറായി വരുക? ഈ വരുന്ന ശിക്ഷകൾ മുഴുവൻ സ്വയം ഏറ്റെടുക്കാൻ വേണ്ടി യേശു വരുന്നു. യേശു വന്നിട്ട് പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി എന്തുകൊണ്ട് ചെയ്തു? വാറുകൊണ്ട് അവനെ അടിപ്പിച്ചു. എന്നിട്ട് 2-ാമത്തെ വാക്യം, പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം ഇടഞ്ഞു, തലയിൽ വെച്ചു, ധൂമവസ്ത്രം ധരിപ്പിച്ചു. 3-ാമത്തെ വാക്യം, യേശുവിന്റെ കരണത്തെ അവർ ആഞ്ഞടിച്ചു. ഇതെല്ലാം ചെയ്യുമ്പോഴും പീലാത്തോസ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താണ്? ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു. യേശു ക്രിസ്തുവിൽ കോടതികൾ മാറി മാറി വിധിച്ചിട്ടും വാദിച്ചിട്ടും യേശുവിൽ എന്ത് കണ്ടെത്താൻ പറ്റിയില്ല? പാപങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ യേശു പാപങ്ങളെ ഏൽക്കുവാൻ കാരണം അതിന്റെ പുറത്ത് പാപത്താൽ നിറയപ്പെട്ട നമ്മളുണ്ടായിരുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യേശു സ്വയമായിട്ട് ഏറ്റുകൊടുത്തത് അവൻ എനിക്ക് വേണ്ടിയായിരുന്നു. അവൻ ഏറ്റത് എനിക്ക് വേണ്ടിയായിരുന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടത് എനിക്ക് വേണ്ടിയായിരുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ തുടക്കം മുതൽ നോക്കിയാൽ ഒരു ശാപത്തെ കാണുവാൻ പറ്റും. ഒരു ശാപം വരികയാണ്. ദൈവാദത്തോട് പറയുന്നു, നീ മുഖാന്തരം ഈ ഭൂമി ശപിക്കപ്പെട്ടത്, മുള്ളു പറക്കാതെ ഇതിൽ നിന്ന് മുളയ്ക്കപ്പെടും എന്ന് യഹോവയായ ദൈവം പ്രവചിച്ചു പറയുമ്പോ ഇന്ന് അരിമനാഥന്റെ ശിരസിലേക്ക് നീ നോക്കിയാൽ അവൻ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി കാണാം. നീ മുഖാന്തരം ശപിക്കപ്പെട്ട ഭൂമി യേശു ക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുകയാ. അവൻ സ്വയമായിട്ട് ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. പീലാത്തോസ് വിളിച്ചു പറയുന്നു, ഇവനിൽ പാപമില്ലാത്തവനാണ്. ഇന്നത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. യേശു കർത്താവ് മരിക്കപ്പെട്ടത്, യേശു തകർക്കപ്പെട്ടത് അത് എനിക്ക് വേണ്ടിയായിരുന്നു വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ട മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും യേശുവിനെ കണ്ട് സ്തംഭിച്ചു പോയി. യേശു അനുഭവിച്ച പീഡ ഇന്ന് പകൽ അറിയാതെ പോകല്ലേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിയണം. കപ്പോളകളിലൊക്കെ കാണാൻ ക്രൂശിൽ തുറച്ച ഒരു യേശുവിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ രക്തത്തിന്റെ പൊട്ട് വരുന്നത് പോലല്ല
യേശുവിനെ കാണേണ്ടത് അവൻ ഇറച്ചിക്കടയിലകത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അവൻ ഒരു ശരീരം പോലെ എനിക്ക് വേണ്ടി അവൻ തകർക്കപ്പെടുകയായിരുന്നു. അവൻ 10,000 സുന്ദരനായവൻ, ആർക്ക് കണ്ട സൂര്യ തേജസ്സുള്ളവൻ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെടുമ്പോ ഇവിടെ പറയുന്നു അവൻ കണ്ടാൽ ആകൃതി കണ്ട മനുഷ്യനല്ല എന്ന് തോന്നുമാറ് യേശുവിന്റെ രൂപത്തെ നീ അറിയുന്നുണ്ടോ? അവൻ കണ്ടാൽ അവൻ രൂപമല്ലാതെ ഞാൻ ഏൽക്കേണ്ടത് എന്റെ യേശു കാൽവരി ക്രൂശിൽ ഏൽക്കുമ്പോ മനുഷ്യനല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരിക്കുന്നുണ്ട്. പലരും കണ്ട് സ്തംഭിച്ചു പോയി. പലരും കണ്ടിട്ട് യേശുവിനെ പിടികിട്ടിയില്ല. തലേ ദിവസം ഓശാനയ്ക്ക് അവൻ കഴുതയുടെ മുൻപ് മുകളിൽ കയറി ദാവീദ് പുത്രൻ ഓശാന പാടിയവർ അവർ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. കാരണം എന്താണെന്നോ, ഒരു നഗ്നനായി അവൻ ഒരു കാൽവരി ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിരണം ഞാൻ ഏൽക്കേണ്ട ശിക്ഷ എന്റെ കർത്താവ് ഏറ്റെടുത്തു. അവൻ ഇന്ന് പകൽ വരണം. അതുകൊണ്ട് ഇന്ന് പകൽ അറിയണം, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനായവൻ, അവൻ മാത്രം എന്റെ ജീവനുള്ളിടത്തോളം കാലം സ്തുതിക്കുവാൻ ഒരുവന്റെ നാമമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ നാമമാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? എന്റെ അകൃത്യങ്ങളെ അവൻ വഹിച്ചു, എന്റെ പാപങ്ങളെ അവൻ ചുമന്നു. അവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെടുകയായിരുന്നു, അവൻ എനിക്ക് വേണ്ടി തകർക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് വിളിച്ചു പറയോ, യേശു തന്നെ എന്റെ കർത്താവ്, യേശു തന്നെ എന്റെ രക്ഷകൻ, അവനേക്കാൾ വലിയവൻ എനിക്ക് അറിവില്ല. ഓ വിശ്വസിക്കുന്നവർ മാത്രമേ കർത്താവിനെ സ്തോത്രം ചെയ്യണം. എന്ന പകലിൽ യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി എന്റെ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെടുകയായിരുന്നു. ഇന്ന് പകൽക്കാലം വിളിച്ചു വേണം, എന്റെ ജീവനുള്ളിടത്തോളം കാലം എന്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുക. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവനെ സ്തുതിക്കുന്നവനായി മാറും. ഹല്ലേലൂയ. എത്ര വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണ് യേശു ആമേ പാപങ്ങൾ മുഴുവൻ വഹിച്ചുകൊണ്ട് ആമേ കാൽവരി ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം പറയുന്നു, യേശു 6-ാം മണി നേരം 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. തന്റെ പുത്രൻ കാൽവരി ക്രൂശിൽ കിടന്ന് പിടയുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരു മേഘമുണ്ടെന്നും കൂടി. ഇന്ന് പകൽ അറിയുന്നുണ്ടോ, താൻ ഏറ്റവും സ്നേഹിച്ചവൻ അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്നു, അബ്രഹാമേ, നിന്റെ ഏകജാതനായ പുത്രൻ നീ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നവനെ എനിക്ക് വേണ്ടി യാഗമാക്കുകയും. മോറിയ മലയിലേക്ക് യാഗപീഠത്തിലേക്ക് ഇസഹാക്കിനെ യാഗപീഠത്തിൽ കൊണ്ടുപോകുമ്പോൾ അതൊരു നിഴലായിരുന്നുവെങ്കിൽ ഇന്ന് പുനർത്തിരിക്കുക. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ യാഗമാക്കുവാൻ കാൽവരി ക്രൂശിലേക്ക് മാനവരാശിയുടെ പാപത്തിന് പരിഹാരകനായി കാൽവരി ക്രൂശിലേശു തകർക്കപ്പെടുമ്പോൾ 6-ാം മണി നേരത്ത് ആമി മുതൽ 9-ാം മണി നേരം വരെ ദേശമെല്ലാം ഇരുട്ടായി. ഏകദേശം 9-ാം മണി നേരമായപ്പോ യേശു അത്യുച്ചത്തിൽ യേശു ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് അർത്ഥം. ആമി യേശു കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി യാഗമായത് ആമി സകലവും നിവൃത്തീകരിച്ചതിന് ശേഷമാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം പറയണം, ദൈവത്തിന്റെ പുത്രനെ തന്നത് എന്നെ വീണ്ടെടുക്കുവാനായിരുന്നു. ഓ, ദൈവത്തിന്റെ പുത്രനെ കാൽവരി തകർക്കപ്പെട്ടത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ വീണ്ടെടുക്കുവാനായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവി വിളിച്ചു പറയണം, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ. എന്റെ ഭാവിയെ അറിയുന്നവൻ, എന്റെ കർത്താവ് എന്റെ ഭാവിയെ അറിയുന്നവനാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശു ആമയെ ഹല്ലേലൂയ വിളിച്ചു പറഞ്ഞ് തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുമ്പോൾ അറിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാമത്തെ വാക്യം പറയുന്നു, അവൻ ആദിയിൽ ദൈവത്തോട്, യേശു ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂടെയായിരുന്നവൻ. അതിന്റെ 14-ാമത്തെ വാക്യം പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയുന്നു, വചനം ജഡമായി. യേശു ആരായിരുന്നു മനസ്സിലായോ? ദൈവം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി
നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ദൈവമായിരിക്കും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴ്ത്ത ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ. ഈ ദൈവം എന്നെ കുറിച്ച് ഓർത്തപ്പോ, നമ്മളെ കുറിച്ച് ഓർത്തപ്പോ തന്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. തന്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. വചനം ജഡമായി തീർന്നവൻ യേശു. വചനം ജഡമായി തീർന്നവൻ. ഇവിടെ പറയുന്നു, വചനം ജഡമായി തീർന്നവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ യേശു പാർത്തു. ഹല്ലേലൂയ. അവന്റെ തേജസ് പിതാവിന്റെ തേജസ്സായി ഞാൻ കണ്ടു. അനന്തരം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിനകത്തറിയണം, യേശു കർത്താവ് മാനവരാശിയുടെ രക്ഷകനായി മാറി. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? സങ്കീർത്തനക്കാരന്റെ പുസ്തകം പറയുന്നു 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുന്നു. സങ്കീർത്തനം 22-ന്റെ 18-ാമത്തെ വാക്യം പറയുന്നു, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടെടുത്തു. അവർ എൻ്റെ വസ്ത്രത്തെ അവർ പങ്കിട്ടെടുത്തു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നഗ്നനായി തൂങ്ങപ്പെട്ടു. അതുകൊണ്ട് ബൈബിൾ പറയുക, അനേകർ കടന്നുപോയപ്പോൾ അവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. എന്ന് പറയണം, എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി തകർക്കപ്പെടുകയായിരുന്നു. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം. യേശുവിനിക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിൻ്റെ മരണം അതെനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു സ്വയമായിട്ട്, ഞാൻ പറഞ്ഞു, യെരൂശലേമിലേക്ക് യേശു വരുമ്പോൾ പറയുന്നു, അമ്മി മൂപ്പന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി യേശു വന്നു. 2, ഗെത്സമനയുടെ തോട്ടത്തിൽ വെച്ച് പടയാളികൾ വരുമ്പോൾ പറയുന്നു, ഞാൻ തന്നെ നസ്രാന യേശു ക്രിസ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം പറയുന്നു. 50-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുക, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനുമായി മറച്ചിട്ടുമില്ല. യേശു ചെയ്ത ത്യാഗത്തെ ഇന്ന് പകലറിയണം. യേശുവിനെ കുറിച്ച് തറച്ചത് ബലമായിട്ടല്ല. യേശു സ്വയം യാഗമാകിയായിരുന്നു. യേശു സ്വയം യാഗം. ഇതൊക്കെ വെള്ളിയാഴ്ച ഒരു ദിനത്തിലറിയണം. യേശു സ്വയം യാഗമാകിയായിരുന്നു. യേശുവിൻ്റെ മരണത്തെ കാണുന്ന സ്വയം യാഗമായത് ഒറ്റ ഒരാളേ ഉള്ളൂ, ദൈവത്തിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. ശിക്ഷാവിധിക്ക് കിടക്കുന്നവനെ കോടതിക്കകത്ത് വരുമ്പോൾ അവിടുന്ന് ജഡ്ജി ചോദിക്കുന്നു, അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വിടണം. ഇവിടെ നോക്കിക്കേ, ഒരു തെറ്റും ചെയ്യാത്തവൻ എന്നെ ഓർത്തപ്പോൾ അവൻ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന വാക്ക്, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും. യഹൂദായുടെ കൽത്തറത്തിൽ വില്ലുപോലെ യേശു എനിക്ക് വേണ്ടി നിന്നു കൊടുത്തു. അവൻ്റെ ശരീരത്തിലേക്ക് ചാട്ടമാർ ആഞ്ഞാഞ്ഞടിക്കപ്പെട്ടു. അവൻ്റെ ശരീരത്തിനകത്ത് യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചു, അവൻ്റെ മുതുക് ഉഴുവിചാല പോലെ കീറപ്പെട്ടു. ഇവിടെ പറയുന്ന മുതുകും രോമം പറിക്കുന്നവർക്ക് അവൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. നാണയം തൊട്ടുകൊണ്ട് അവൻ്റെ രോമങ്ങളെ മുഖത്തുനിന്ന് വലിച്ചു പറിക്കുമ്പോൾ യേശു അവർക്ക് വേണ്ടി നിന്നു കൊടുക്കുകയായിരുന്നു. എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനുമായി മറച്ചിട്ടുമില്ല. യേശു ചെയ്ത യാഗത്തെ ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലറിയണം, ആ രക്ഷകനെയാണ് എനിക്ക് വേണ്ടി, ആ രക്ഷയേറ്റവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽ ഒരു മനുഷ്യനെ അല്ല ഞാൻ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, ഞാൻ സമ്പത്തിനെ സമ്പാദിക്കാനല്ല ഞാൻ യേശുവിൻ്റെ അരികിൽ വന്നത്. അല്ല, എത്ര പേര് വിശ്വാസത്തോടെ പറയും, ഹല്ലേലൂയ, ഞാൻ ആയിരുന്നതിൽ നിന്ന് വിടുവിച്ച് ഒരുവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. എൻ്റെ പാപത്തിന് പരിഹാരവനായി തകർക്കപ്പെട്ട യേശുവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ അനുഭവിക്കേണ്ട നിന്ന എൻ്റെ യേശു അനുഭവിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ ഇന്നവനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ ബെൻസ് കാർ കിട്ടാനോ വലിയ ബംഗ്ലാവ് കിട്ടാനോ ഒന്നും
മുഴുവനും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി പ്രാണപ്രിയൻ ഹല്ലേലൂയ ജീവൻ വെച്ചതുകൊണ്ട് അവന്റെ മുഖം കാണുമ്പോൾ ഹല്ലേലൂയ അവന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ലോകത്തിന്റെ രക്ഷകൻ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യനായവനാ. യേശു മാത്രം ആരാധനയ്ക്ക് എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശു മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, യേശു യാഗമായി തീരുമ്പോ ഒരു പുതിയ നിയമ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യേശു യാഗമായി തീരുമ്പോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, ഇവിടെ മുതൽ ഞാൻ തുടങ്ങുന്നത് പുതിയ നിയമ ശുശ്രൂഷയുടെ ഭാഗമാണ്. യേശു എനിക്ക് വേണ്ടി യാഗമായി. ഇനി രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് ഞാൻ കിടക്കാൻ പോകുക. ഇതുവരെ ഞാൻ പല തവണകൾ എടുത്തു പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ എടുത്തു വന്നത് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി യാഗമായെന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ പറയുന്നുണ്ട്, യേശു മാനവരാശിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് നിന്നെ അനുഭവിച്ചത്, എനിക്ക് വേണ്ടിയാണ് ചാട്ടവാർ അടിയപ്പെട്ടത്, എനിക്ക് എന്റെ ശാപങ്ങൾ മാറുവാനാണ് ചൂടപ്പെട്ടത്, എനിക്ക് വേണ്ടിയായിരുന്നു അവൻ നഗ്നനായി ക്രൂശിൽ തറയ്ക്കപ്പെട്ടതെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, ഞാൻ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയെ ഞാൻ ഇന്ന് പകലിൽ കൊണ്ടുവരികയാണ്. അമ്മ 1 പത്രോസിന്റെ പുസ്തകം 1 പത്രോസിന്റെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1 പത്രോസ് അമ്മ 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇവിടെ വായിക്കുമ്പോൾ നോക്കണം, നാം പാപം സംബന്ധിച്ച്, ഇവിടെ മുതൽ ഞാൻ മെസ്സേജ് തുടങ്ങുന്നത്, നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ചു. പാപിയുടെ പ്രാർത്ഥന ആര് കേൾക്കുന്നില്ല? സ്വർഗ്ഗം കേൾക്കുന്നില്ല. ഇവിടെ പറയുന്നു, നാം പാപം സംബന്ധിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞു? പാപത്തിൽ നമ്മൾ മരിച്ചു. നീതിക്ക് ജീവിക്കേണ്ടതിന്, ഇവിടെ പറയുന്നു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവനുള്ള മാറ്റി യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ എന്നുള്ള മാറ്റിയിട്ട് പറയാം, എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. മനസ്സിലാകുന്നുണ്ടോ? ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. യേശു മുഴുവനും ചാട്ടവാറടിയേറ്റതും മുഖത്ത് തുപ്പലേറ്റതും രോമങ്ങൾ വലിച്ചു പറിച്ചതും ക്രൂശിന്റെ ക്രൂശ് അവന്റെ മുതുകത്ത് വെച്ചതും എല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? എനിക്ക് വേണ്ടിയത്. ഇവിടെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ യേശു കയറാൻ കാരണക്കാരനാരാ? ഇത് കൊള്ളയാഴ്ച അതേതൊന്നും അറിയണ്ടേ? യേശു ക്രൂശിൽ മരിക്കുവാൻ കാരണക്കാരൻ ഞാനാണ്. ഇവിടെ പറയുന്നു, ക്രൂശിന്മേൽ കയറി. എന്നിട്ട് പറയാം, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്റെ പാപങ്ങൾ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എന്റെ പാപങ്ങളെ യേശു കഴുകപ്പെട്ടു. യേശുവിന്റെ രക്തത്താൽ ഇനി ഞാൻ പാപിയാണോ? അല്ല. ആമേ. എത്ര പേർ വിശ്വാസത്തോടെ പറയുന്നുണ്ട്, ഇനി ഞാൻ പാപി അല്ലേ? അല്ല. തുടർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആമേ. യേശു ആരെനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു? യേശു എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. ഇനി എന്റെ മേൽ എന്തില്ല? 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പിടികിട്ടുമ്പോ നിങ്ങളകത്ത് യേശു ക്രിസ്തുവിന്റെ മരണം ആർക്ക് വേണ്ടി? യേശു അനുഭവിച്ച പീഡ ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാ. അതുകൊണ്ട് പറഞ്ഞ ലോകത്തിന്റെ രക്ഷകൻ എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ നിങ്ങളുടെ അകത്തറിയണം. ഇവിടെ വ്യക്തതയോടെ പറയുന്നു, പാപം അറിയാത്തവനെ. അപ്പൊ ആർക്കും അറിയുന്ന പാപത്തെ കുറിച്ച് അറിയത്തില്ല. പാപം അറിയാം. യേശു ക്രിസ്തുവിന് എന്തില്ല? പാപം അറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതിയാകണം. നാം യേശു ക്രിസ്തുവിൽ നീതി ആകേണ്ടതിന്. നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ പിടികിട്ടുന്നുണ്ടോ?
ദൈവത്തിന്റെ നീതിയിലേക്ക് ആകേണ്ടതിന് എന്ത് ചെയ്തു? ആകേണ്ടത് അവൻ യേശു നമുക്ക് വേണ്ടി പാപമായി. ദൈവത്തിന്റെ നീതിയിലേക്ക് ഞാൻ വരാൻ. ദൈവത്തിന്റെ നീതി എന്നറിയോ? അബ്രഹാമിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന്റെ നീതിയിലേക്ക് ഞാൻ പ്രവേശിക്കണമെന്ന് വരികിൽ എനിക്ക് പാപത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ പറ്റത്തില്ല. ആര്? എനിക്ക് വേണ്ടി യേശു ക്രിസ്തു പാപത്തെ ഏറ്റെടുത്തു. ഇവിടെ പറയുന്നു, നാം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപത്തെ ആക്കി. ആര്? ദൈവം ആക്കി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞ വാക്കുകൾ അതിന്റെ ശേഷം. ഏതാ? നമ്മുടെ പാപങ്ങളെല്ലാം യേശു സ്വയമായിട്ട് ഏറ്റതിന് ശേഷം ഇവിടെ പറയുന്നു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട് എന്തായി കഴിഞ്ഞു? തിരുവെഴുത്ത്. ഇത് നിങ്ങളടി വരയിട്ട് വെച്ചോ. തിരുവെഴുത്ത് എന്ത് ചെയ്തു? അപ്പൊ പിതാവാം ദൈവം പ്രവാചക പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട മുഴുവൻ തിരുവെഴുത്തുകളും എന്ത് ചെയ്തു കഴിഞ്ഞു? നിവൃത്തിയായി. എങ്ങനെ നിവൃത്തിയാവുന്നു? യേശു ക്രിസ്തു ആ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവനും എന്ത് ചെയ്തു കഴിഞ്ഞു? പിതാവിന്റെ ഇഷ്ടപ്രകാരം യേശു ചെയ്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നിവർത്തിക്കാറുണ്ടോ? ഇല്ല. മുഴുവൻ ഇവിടെ പറയുന്നു തിരുവെഴുത്ത് നിവൃത്തിയാവുമെണ്ണം ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ കൊടുത്തു നോക്കണം, യേശു കർത്താവ് മാനവരാശിയുടെ സകല പാപങ്ങളും ശാപങ്ങളും വഹിച്ച് യേശു കാൽവറി ക്രൂശിൽ മരിച്ചു. എന്ത് ചെയ്ത് കഴിഞ്ഞു? അത് നിവൃത്തീകരിക്കപ്പെട്ടു. ഇനി എന്തില്ല? ഇനി നിങ്ങളുടെ അകത്തറിയണം. ഈ ബാക്കി മുന്നോട്ട് വരും പറയാം, നിങ്ങളുടെ മേൽ ശാപമോ പാപങ്ങളോ ഇല്ല. പിടികിട്ടിയോ? നിങ്ങളുടെ മേൽ പിശാചിന് ഒരവകാശവുമില്ല. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എബ്രായ ലേഖനം, ഞാൻ അവിടെ മുതൽ തുടർന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായം എടുത്തേ. 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായി. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ, ഇവിടെ നോക്കണേ, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട്. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ സാദൃശ്യത്തോട് വരുവാൻ കാരണം പിടികിട്ടിയോ? പിതാവിന്റെ പദ്ധതി മനസ്സിലാകുന്നോ? യേശുക്രിസ്തു സാധാരണക്കാരിയായ മറിയത്തിന്റെ ഉദരത്തിൽ ജനിക്കുവാനുള്ള കാരണം മനസ്സിലാവുന്നു. ദൈവപുത്രനായിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യന് ആരുടെ സാദൃശ്യത്തോട് അനുരൂപപ്പെട്ടു? നമ്മുടെ സാദൃശ്യത്തോട് അനുരൂപപ്പെട്ടു. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സാദൃശ്യത്തിൽ തീരുവാൻ ആവശ്യമായിരുന്നു. തന്റെ സഹോദരന്മാരുടെ, കണ്ടോ, നമ്മുടെ സാദൃശ്യത്തോട് ആര് വന്നു? യേശു വന്നു. പിതാവിന്റെ പ്ലാനിങ് നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? പിതാവിന്റെ പദ്ധതി നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? യേശു തന്റെ പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ഉൽപ്പത്തിയോടൊപ്പം പറയുന്നുണ്ട്, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കണം.
യേശു വേഷത്തിൽ മനുഷ്യനായി താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി. ആരുടെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുവാൻ? നമ്മുടെ സാദൃശ്യത്തോട്. ആരനുഭവിക്കേണ്ടത്? ആമി പിടിക്കോ? യേശു കാൽവരി ക്രൂശിലേക്ക് പോകും പ്രകാശനെ പോലെ ആയിരുന്നേ. ഞാൻ അനുഭവിക്കേണ്ടത് യേശുവോടെ ഏറ്റെടുത്തു. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒത്തിരി സമയം പോകുന്നുണ്ട്, കാരണം വാഹനത്തിന്റെ കുറവ്. തന്റെ സഹോദരന്മാരുടെ എന്നായി തീരാൻ? സാദൃശ്യത്തിനായി തീരുക. യേശു ക്രിസ്തു നമ്മുടെ സാദൃശ്യത്തിലോട്ട് വന്നു. ആമീൻ. എബ്രായ ലേഖനത്തിന്റെ 4-ാം അധ്യായം നടത്തി. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 4:14 വന്നേ. ആകയാൽ ദൈവപുത്രൻ. ആരാണ് യേശു ക്രിസ്തു? ദൈവപുത്രനാണ്. ആരുടെ സാദൃശ്യത്തിലേക്ക് വന്നു? എന്റെ സാദൃശ്യം, മനുഷ്യ സാദൃശ്യം, എന്റെ സാദൃശ്യത്തിലേക്ക് വന്നു. ആകെ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുള്ള 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും അതുകൊണ്ട് നമുക്ക് കരുണ ലഭിപ്പാനും തത്സമയ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് കടന്നു ചെല്ലണം. ആരുടെ സാദൃശ്യത്തോടെ യേശു വന്നു? നമ്മുടെ സാദൃശ്യത്തോടെ യേശു വന്നു. എങ്ങനെ? നമ്മുടെ പാപങ്ങളെ അവൻ മാറ്റി, നമ്മുടെ ശാപങ്ങളെ മാറ്റി. അവൻ നമ്മളോട് കരുണ ചെയ്തു. എന്നിട്ട് പറയുക, നമ്മളോട് പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയോ? ആമീൻ. അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്കിലാണ് അതുകൊണ്ട് നമ്മുടെ എന്തെല്ലാം മാറ്റി കഴിഞ്ഞു. നമ്മുടെ പാപവും ശാപവും ഇല്ല. ആരും കാൽവരി ക്രൂശിൽ യേശു വെച്ചു. ഇനിയിപ്പോ നമ്മുടെ മേൽ എന്തില്ല. ഇനി ആരെല്ലാം നിങ്ങൾ പാപിയാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കല്ലേ? യേശു ഇത് മുഴുവൻ ഏറ്റു. ഇനി പിശാചിന്റെ പോരാട്ടം പറഞ്ഞ് നടക്കല്ലേ? പോരാട്ടമുണ്ടെന്ന് പറഞ്ഞോണ്ട് നടക്കല്ലേ? ഒരു പോരാട്ടവുമില്ല. പോരാട്ടം ഉണ്ടാകുന്നത് നമ്മുടെ അകത്തുനിന്നാണ്. പിടികിട്ടിയോ? പോരാട്ടം പറയുന്നത് നമ്മുടെ അകത്തുനിന്ന്. ഇവിടെ പറയുന്ന വാക്ക് അതുകൊണ്ട് നമുക്കൊരാവശ്യമാണ് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. നിന്റെ പാപത്തെയും ശാപത്തെയും മുഴുവൻ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ വഹിച്ചുകൊണ്ട് ഇന്ന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധൈര്യത്തോടെ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. വിശ്വാസമായിട്ട് ഈ കാൽവരി ക്രൂശിലെ മരണം കൊണ്ട് അറിയണം യേശുവിന്റെ പാപങ്ങളെ വഹിച്ചു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28. അതിനുശേഷം തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞിട്ട് തിരുവെടുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അതിന്റെ 30-ാമത്തെ വാക്യം. ആത്മാവിനെ ഏൽപ്പിച്ചു. അപ്പൊ എന്തെല്ലാം നിവൃത്തീകരിക്കപ്പെട്ടു? ഇനി നിങ്ങളുടെ മേൽ എന്തില്ല? പാപവും ശാപവും ഇന്നും നിങ്ങളുടെ അകത്തറിയണം. ഇന്നും എങ്ങാണ്ടൊക്കെ ശാപം മുറിക്കുന്നുണ്ട്. ആരൊക്കെയോ മുറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെപ്പോൾ മുറിച്ചു? എപ്പോൾ മുറിയപ്പെട്ടു? ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, കാൽവറി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി മരിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അന്ന് മുതൽ എൻ്റെ മേലെ ശാപമില്ല. പിടികിടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്നും പലരും ഓടിക്കൊണ്ടിരിക്കുക. ശാപം മുറിക്കാൻ പോവുക. യേശു ക്രിസ്തു ഇത് മുഴുവൻ കാൽവറി ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാരുന്നു. നിനക്കൊരു ആവശ്യമുണ്ടെങ്കിൽ കൃപാസനത്തിന് മുന്നാകെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. നീ കടന്നു ചെല്ലുവാൻ യേശു പറയുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17-ന്റെ 4. യേശു പറയുക. എന്നാ പറയുന്നേ? യേശു പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി എന്ത് ചെയ്തിരിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പും ആരുടെ ഹിതപ്രകാരമായിരുന്നു? പിതാവിന്റെ ഇഷ്ടപ്രകാരം. ഇവിടെ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. പിതാവെ, അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തി. ഇവിടെ പറയുന്നു മഹത്വപ്പെടുത്തി. എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി എന്ത് ചെയ്തിരിക്കുന്നു? എവിടെ തികച്ചു? കാൽവരി ക്രൂശിൽ തികച്ചു കഴിഞ്ഞു. യേശുവിന്റെ മരണത്താൽ നിങ്ങളുടെ
നിങ്ങളുടെ മേൽ ശാപമുണ്ടെന്നും നിങ്ങളുടെ മേൽ പാപമുണ്ടെന്നും പഠിപ്പിക്കുന്നതിനകത്ത് അറിയണം, യേശു കർത്താവ് എനിക്ക് വേണ്ടി സകലം വഹിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അടുത്ത് വന്ന് പിതാക്കന്മാർ അകൃത്യം നിന്റെ മേൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. പിതാക്കന്മാരുടെ അകൃത്യം കൊണ്ടാ, പിതാക്കന്മാർ അകർത്യമല്ല, നിന്റെ കുഴപ്പം കൊണ്ട് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, അവൻ ഏൽപ്പിച്ച ദൗത്യത്തെ ആര് ചെയ്തു കഴിഞ്ഞു? യേശു ചെയ്തു കഴിഞ്ഞു. എബ്രായ ലേഖനം 10-ാം അധ്യായം, ഞാൻ വേഗത്തിൽ പോകുന്നത് നിങ്ങളുടെ വാഹനത്തിലേക്ക് വിഷയങ്ങളുണ്ടാകും. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിച്ചു. ആ ഇഷ്ടത്തിൽ ആരുടെ ഇഷ്ടം ചെയ്തു? പിതാവിന്റെ ഇഷ്ടം യേശുവിൽ. ആ ഇഷ്ടത്തിൽ കണ്ടോ, യേശു ക്രിസ്തു മുഴുവൻ പൂർത്തീകരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, ആ ഇഷ്ടത്തിൽ. ആരുടെ ഇഷ്ടത്തിൽ? പിതാവിന്റെ ഇഷ്ടത്തിൽ യേശു മുഴുവൻ പ്രവർത്തിച്ചതിനകത്ത് പറയാം, ആ ഇഷ്ടത്തിൽ. അതിന്റെ 9 വായിച്ചേ. ഇപ്പൊ അതിനൊന്നും കറക്റ്റ് ആൻസർ ചെയ്യും. യേശു പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ പുതിയ നിയമത്തെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേനെ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തെ നീക്കിയത് കൊണ്ട് ഇന്ന് നമ്മൾ ആടിനെ പശുവിനെ ഒന്നും കൊണ്ടുവന്ന് യാഗപീഠത്തിൽ കൊണ്ടിടാത്തത്. ആര് നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ട്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി. ഇവിടെ പറയുന്നു, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി. ആണ്ടിലാണ്ടി കഴിക്കണ്ട. പിടികിട്ടിയോ? ആണ്ടിലാണ്ടി കഴിക്കുന്നവരും ഒക്കെ ഓർത്തോണം. ബൈബിൾ പറയുക, ഒരിക്കലായി കഴിച്ച ഒറ്റ പ്രാവശ്യം യേശു ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 12 വായിച്ചു. 12 യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. അപ്പൊ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം ആരാൽ വരുത്തി? യേശുവിനാൽ വരുത്തിയതിനു ശേഷം ഇപ്പൊ യേശു എവിടെയാ? ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്നങ്ങിരുന്നു. ഭൂമിയിലെ പാപത്തിന് ആര് പരിഹാരം വരുത്തി കഴിഞ്ഞു? യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരം വരുത്തി. അതിനുശേഷം പിതാവ് ദൈവത്തിന്റെ വലത്ത് വശത്ത് പുത്രൻ തമ്പുരാൻ ചെന്നിരുന്നു. അതിന്റെ വായിച്ച എത്രാമത്തെ വാക്യമായിരുന്നു? 12 അല്ലേ? 14 വായിച്ചേ. ഏകയാഗത്താൽ അവർ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ഏകയാഗത്താൽ അവൻ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. എല്ലാവർക്കും ആണോ? പിടികിട്ടിയോ? ആണ്ടിലാണ്ട് നടത്തുന്ന കഥയല്ല ഞാനീ പറയുന്നത്. യേശുവിന് അരികിൽ വന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. യേശുവിന്റെ മരണത്തെ വിശ്വസിച്ചവരെ ഞാൻ പറഞ്ഞത്. യേശുവിന്റെ മരണം കൊണ്ട് എൻ്റെ പാപം കഴുകപ്പെട്ടെന്ന് പറയുന്നവരുടെ ജീവിതം ഞാൻ പറഞ്ഞത്. ഏകയാഗത്താൽ, യേശുവിന്റെ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. നിങ്ങളകത്ത് പിടികിട്ടിയോ? യേശുവിന്റെ പാപങ്ങൾ എന്ത് ചെയ്തു? നീ പാപിയാണെന്ന് ആര് പറയല്ലേ? ആരെന്നെ ശുദ്ധീകരിച്ചു? ഇത് നിങ്ങളകത്ത് അറിയണം. യേശു കർത്താവ് എൻ്റെ പാപങ്ങളെ കഴുകപ്പെട്ടു, എന്നെ ശുദ്ധീകരിച്ചു. യേശു ക്രിസ്തു എന്നെ ശുദ്ധീകരിച്ചു. അതിന്റെ 17-ാമത്തെ വാക്യവും യേശു പറഞ്ഞു, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും. യേശു പറഞ്ഞു, ഇനി നിങ്ങളുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോഴും വചനം പറയുക, ആരിതെല്ലാം മാറ്റി. ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത അകൃത്യം കൊണ്ട് അല്ലേ? പിതാക്കന്മാരുടെ ശാപം, പിതാക്കന്മാർ വരുത്തിയ അകൃത്യം, ശാപം എല്ലാം ആളുകളായിരിക്കുക.
നിങ്ങളുടെ കൂടെ ഇരിക്കാം. ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി ഇതിനെ മാറ്റാം, കെട്ടിനെ അടിക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ബൈബിൾ പഠിക്കണം. വചനം എന്താ പറയുന്നത്? നിന്റെ മേൽ ഒരു ശാപവുമില്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യാഗമായതിനാൽ. എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിച്ച് അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെയും ഞാനിനി എന്ത് ചെയ്തില്ല, ഓർക്കത്തില്ല. ആരെ തെരഞ്ഞെടുത്തു? ലൂക്കോസിന്റെ 15 മുതൽ പേടിക്കണ്ട. ലൂക്കോസിന്റെ 15 മുതൽ മുടിയമ്പത്തർ മടങ്ങി വന്നു. ആരരികിൽ? പിതാവിന്റെ അരികിൽ. അവിടെ നിർത്തി പിതാവ് ചോദിച്ചോ? 100 ചോദ്യം ചോദിച്ചോ? അവനെ ചേർത്ത് പിടിച്ചു. അവനെ ചേർത്ത് പിടിച്ച പോലെ ഒരു കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങളെ മോചിച്ചവൻ, എൻ്റെ ശാപങ്ങളെ മാറ്റിയവൻ, എന്നെ ചേർത്ത് പിടിച്ച ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആരും നാം ഇന്ന് പകലിൽ അറിയണം, യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ടും യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്റെ മരണത്താൽ എനിക്കുണ്ടായ ലഭിക്കപ്പെട്ട നേട്ടം ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഏത് സമയവും കൃപാസനത്തിന്റെ മുന്നാകെ കടന്നു ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. പ്രാർത്ഥനയിൽ ദൈവം സംസാരിക്കുവാൻ തുടങ്ങിയതിന്റെ കാരണം അവൻ എന്റെ പാപങ്ങളെ കഴുകിയത് കൊണ്ടാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇനി എന്തില്ല? പാപമില്ല. പാപത്തെ എന്തിന് ആരോർക്കുന്നില്ല? എന്റെ പാപങ്ങളെ ആരോർക്കുന്നില്ല. യേശു കർത്താവ് ഓർക്കുന്നില്ല. അമ്മ ഇവിടെ പറയുന്നു, അമ്മ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 46 വായിച്ചേ. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? പ്രാണനെ വിട്ടു. അപ്പൊ ഇന്ന് പകൽ നിങ്ങളെ അകത്തറിയണം, നിങ്ങളെ ലോകം വിധിച്ച വിധിക്കകത്തല്ല ഇന്ന് നിൽക്കേണ്ടത്. ഇന്ന് പകൽ ഇന്ന് ചില പ്രതിസന്ധി കൂടെ പ്രതികൂലത്തൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങളെ അകത്ത് പറയുന്നത് ഇത് പോരാട്ടമാണെന്നും, ഇത് പിതാക്കന്മാർ അകൃത്യമാണെന്നും, ഇത് ശാപമാണെന്നും, ഇതൊന്നും നിങ്ങളുടെ അകത്ത് വരരുത്. ഒരു തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് അവന്റെ കൈക്കീഴിൽ താന്നിരിക്കുന്നവരാകണം. അവനെ ദൈവം എനിക്കായി ഒരു വഴി തുറക്കുന്നുണ്ടെന്നും ദൈവം എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കുമെന്നും എൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഇരിക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ എന്തിന് യേശു കർത്താവിനെ ഒന്നാമത്തെ മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞു, യേശുവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞു. യേശു മാനവരാശിയുടെ പാപങ്ങളെയും ശാപങ്ങളെയും യേശു കർത്താവ് വഹിച്ചു. രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്കിലേക്ക് വന്നു. അവരുടെ പാപങ്ങളെ യേശു ഏറ്റെടുത്തു. ഇനി അവരുടെ മേൽ എന്തില്ല? പാപങ്ങളും അകൃത്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, 2-ാം അധ്യായം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. എന്നിട്ട് പറയും, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? സകലത്തിലും സകല വാഴ്ചകളുടെ മേലും അധികാരമുള്ള യേശുവിൽ നിങ്ങൾ പരിപൂർണരെന്ന് പറഞ്ഞ എന്നതാണ്. ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. ഞാൻ പൂർണ്ണമായി, ഞാൻ അപൂർണനാണ്, പക്ഷെ ഞാൻ ആരിൽ പൂർണ്ണനായി കഴിഞ്ഞു? ക്രിസ്തുവിൽ. ഇന്ന് അനുഭവിക്കുന്ന എന്തിനകത്തും നിങ്ങൾ നോക്കണം. ഇവിടെ പറയുന്ന വാക്ക് നോക്കി, അവനിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പരിച്ഛേദന ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. എന്നിട്ട് 12-ാമത്തെ വാക്യം, സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് പറഞ്ഞു? സർവസമ്പൂർണതയുള്ളവരായി മാറി. ഇന്നത് പഴയ ശാപമുണ്ടെന്നും പഴയതുണ്ടെന്നും പഴയതിനെയല്ല
എന്തിനെ? ദൈവം ഒരുവൻ ക്രിസ്തുവിലായാൽ അവ പുതിയ സൃഷ്ടിയ, പഴയത് കഴിഞ്ഞുപോയി. യേശുവിനോട് ചേരുവാൻ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. യേശുവിനോട് ചേരുവാൻ എന്ത് ചെയ്തു? സ്നാനത്താൽ. കണ്ടോ? യേശുവിന്റെ മരണത്തോടും യേശുവിനെ അടക്കം ചെയ്ത പോലെ അവനോട് ഞാൻ അനുരൂപപ്പെട്ടത്. ഇവിടെ സ്നാനത്താൽ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപോലെ തന്നെ ഇന്ന് പകലിൽ നിങ്ങളുടെ വിശ്വാസം പറയണം, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരാണ്. ഇന്ന് പകലിൽ നിങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിനാലാണ്, നിങ്ങളെ നടത്തുന്ന ആത്മാവിന്റെ ശക്തിയാലാണ്. ഇന്ന് പകലറിയണം, ദൈവശക്തിയിലാണ് നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ അപ്പോസ്തലന്മാർ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞങ്ങൾ സകലത്തിലും മതിയാകുന്നവന്. ഇന്ന് പകലിൽ ആത്മാവ് ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കാര്യങ്ങൾ സംഭവിക്കത്തില്ല. ഇന്ന് നിനക്ക് പ്രതികൂലമായ ഒരു കാറ്റ് വരുന്നുണ്ടെങ്കിലും പ്രതിസന്ധി വരുന്നുണ്ടെങ്കിലും അതിനപ്പുറം സ്വർഗം നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറന്നുകൊണ്ടായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അറിയണം, മനുഷ്യരുടെ മുന്നിൽ നിന്നെ നിന്നയ്ക്കായി വിട്ടുകൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് വിളിച്ചു പറയുന്നുണ്ട്, കാൽവറി ക്രൂശിലെ മരണത്താൽ ഞാൻ ജയോത്സവം കൊണ്ടാടുക. യേശുവിന്റെ പാപങ്ങളെ വഹിച്ചതിനാ, യേശുവിന്റെ ശാപങ്ങളെ വരുത്തിയനാ. ഇന്ന് പകൽക്കാലം വിളിച്ചു വേണം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വരിക തന്നെ ചെയ്യുക. യേശുവിന്റെ നാമത്തെ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പറയുന്നു, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, സ്നാനത്തോടുകൂടെ അവന്റെ മരണത്തോട് ഞാൻ അനുരൂപപ്പെട്ടപ്പോ ഇന്ന് പകലിലും അവന്റെ കൃപാസനത്തിന്റെ മുന്നാകെ എനിക്ക് കടന്നിരുന്ന എന്റെ കർത്താവേ എന്ന് വിളിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചെങ്കിൽ എന്ന് യേശു പറഞ്ഞു, നിങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്ര വേണ്ടിയത്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിന്റെ മരണത്താൽ ഞാൻ ഒരു പുതിയ ജീവനിലേക്ക് മാറുകയായിരുന്നു. യേശുവിന്റെ മരണത്താൽ ഞാൻ ഒരു അനുഗ്രഹത്തിലേക്ക് മാറുകയായിരുന്നു. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിന്റെ മരണം കൊണ്ട് എന്റെ ഉയർച്ചയുടെ പടവുകളിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ നേരം വൈകിയപ്പോൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നു. യേശു വന്നിട്ട് പറഞ്ഞു, യേശു മരിച്ചവനായിരുന്നു, യേശു എന്നാൽ ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്ന് പകൽക്കാലം പറയണം, ഇന്ന് നമ്മുടെ മധ്യത്തിൽ അവരുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം എന്നവരോട് ഇത് പറഞ്ഞിട്ട് അവന്റെ കയ്യും വിലാപ്പുറവും വരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഏറ്റവും സന്തോഷിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്ന് പകലണം ഞാനും അവനോടുകൂടി ഉയർത്തപ്പെട്ടു. എൻ്റെ മേൽ ഒരു പിശാചിനും അധികാരമില്ല. കാൽവരി ക്രൂശിലെ യേശുവിന്റെ മരണത്താൽ എന്നെ ജയത്തിലേക്ക് മാറ്റിയ ഒരു നല്ല കർത്താവുണ്ടെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. പിശാചിന്നും പല തന്ത്രങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയും, നിങ്ങൾ പാപികളാണ് കേട്ടോ. നിങ്ങൾ പാപത്തിൽ, നിങ്ങൾ പാപി ആയതുകൊണ്ടാണ് ഇത് നടക്കാതിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അവിടെ കുറവുണ്ടോ എന്ന് പ്രാർത്ഥിച്ചു നോക്കണേ ബ്രദറെ. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വരുന്നത്. കുറവിനെ നോക്കുന്ന ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുറവിനെ നോക്കിക്കൊണ്ടിരിക്കല്ല, എന്നെ വീണ്ടെടുത്ത ഒരു നല്ല അപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് കിടന്നുകൊണ്ട് പറയണം, യേശുവിനോടുകൂടി മരിക്കപ്പെടുകയും യേശുവിനോടുകൂടി ഉയർക്കപ്പെടുകയും ചെയ്തവരാണ് ഞാൻ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്ന പോലല്ല എന്നൊരുവൻ അരുളി ചെയ്തെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ നാവിനകത്ത് ദൈവശക്തി വെളിപ്പെടണം. നിങ്ങളുടെ നാവിനകത്ത് റോമാലേഖനം 10-ാം അധ്യായത്തോട് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പറയുന്നത്, യേശുവിനെ കർത്താവിന്റെ വായ കൊണ്ട് ഏറ്റുപറയുക. ഹല്ലേലൂയ. യേശുവിന്റെ മരണത്തെ ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നു,
യേശുവിന്റെ പാപത്തിന് പരിഹാരകനാക്കി എന്നും എൻ്റെ അകത്ത് വിശ്വസിക്കുമ്പോൾ എൻ്റെ അകത്തുനിന്നൊരു വാക്ക് പറയണം, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധന നടക്കുമ്പോൾ, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അകത്ത് ഞാൻ ഇത്രയും വാക്യങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് പറയുന്ന ഒരു വാക്യതാണ്, യേശുവിനെ ഹല്ലേലൂയ, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയണം. അപ്പോസ്തലന്മാർ പറഞ്ഞു, യേശു തന്നെ കർത്താവ്. ഹല്ലേലൂയ. കർത്തൃത്വം ആരാൽ നടത്തപ്പെടണം? യേശുവിനാൽ നടത്തപ്പെടണം. ആമേൻ. എന്നെ നടത്തുന്നത് യേശുവിൻ്റെ ആത്മാവാണ്. യേശുവിൻ്റെ ഇഷ്ടത്തിൽ ഞാൻ നടക്കുന്നവനാണ്. യേശുവിനെ മഹത്വം കൊടുത്ത് ആരാധിക്കുന്നവനാണ്. ഇവിടെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഒന്നാമത്തെ കാര്യം നടക്കും, നീ രക്ഷിക്കപ്പെടും. രണ്ടാമത്തെ പറയും, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക. എന്താണ് നീതി? ഞാൻ ഈ കൊണ്ടുവന്ന മുഴുവനതായിരുന്നു എൻ്റെ പഴയ കാലഘട്ടത്തിലെ ശാപങ്ങളും എൻ്റെ പാപങ്ങളും ദൈവത്തിൻ്റെ നീതി. ഹൃദയം കൊണ്ട് ദൈവം നീതിക്കായി വിശ്വസിക്കുക. ദൈവം അതിനെ എൻ്റെ ശാപങ്ങളെയും പാപങ്ങളെയും രോഗങ്ങളെയും ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയും, ഇവിടെ പറയുന്നു നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ രോഗത്തെയും ആമി കാൽവരി ക്രൂശിൽ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ. രക്ഷ വരുന്ന മാർഗം, എനിക്ക് ഭാരമുണ്ടെങ്കിൽ, എനിക്ക് രോഗമുണ്ടെങ്കിൽ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ എന്റെ കടഭാരത്തെ, എന്റെ രോഗത്തെ, എന്റെ പാപത്തെ, എന്റെ നിന്നയെ ഞാനത് വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. ഇവിടെ പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയണം. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുന്ന ഭാവം പറയുന്നുണ്ട്, യേശു എനിക്ക് കർത്താവായി മാറണം. ആമേൻ. എങ്ങനെ? ഹൃദയം കൊണ്ട് ദൈവത്തിന് നീതിക്കായി വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഈ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നിങ്ങൾ അറിയണം. ആമേൻ. നിങ്ങളുടെ പാപത്തെയും ഭാരത്തെയും ദുഃഖത്തെയും കാൽവരി ക്രൂശിൽ വഹിച്ച ഒരു യേശുവിനെ ഇന്ന് വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും ലജ്ജിക്കാൻ ഇടവരത്തില്ല. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിന്റെ പാപങ്ങളെ വഹിച്ചവൻ, എനിക്കൊരു രക്ഷകനുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? വിശ്വസിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച്